ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഇലക്ട്രോൺ കോളേജ്. നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന കൺട്രോൾ സിസ്റ്റത്തിൻ്റെ തിയറി പോർഷൻസ് ആയിരുന്നു. അപ്പം തിയറി പോർഷൻസിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ടൈം റെസ്പോൺസ് അനാലിസിസ് എന്നുള്ള ടോപ്പിക്കാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ അതിൽ തിയറി നമ്മൾ പഠിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും, പ്രോബ്ലംസിലേക്ക് കടക്കും. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ സെക്ഷൻ. ഞാൻ പറഞ്ഞു, മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന സെക്ഷനും അറ്റ് ദ സെയിം ടൈം ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കുന്നതും ഒരു ഏരിയ ആണ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് നോക്കാം. അപ്പോൾ അതിൻ്റെ നമ്മുടെ സിസ്റ്റംസിൻ്റെ ഓരോ സിസ്റ്റത്തിൽ വരുന്ന ഡാമ്പിങ് റേഷ്യോയും കാര്യങ്ങളും അതൊക്കെ നമ്മൾ അനലൈസ് ചെയ്തതാണ്. അപ്പം നമ്മൾ അനലൈസ് ചെയ്യാൻ പോകുന്നത് നമ്മൾ ഈ ടൈം ഡൊമൈൻ്റെ കുറച്ച് സ്പെസിഫിക്കേഷൻസ് ആണ്, കുറച്ച് ടേമുകളാണ് ആക്ച്വലി. ഓക്കെ, അപ്പം ചെറിയൊരു ഹെഡിങ് കൊടുക്കാൻ, ടൈം ഡൊമൈൻ്റെ സ്പെസിഫിക്കേഷൻസ്. ഓക്കെ, ടൈം ഡൊമൈൻ്റെ സ്പെസിഫിക്കേഷൻസ് ആണ് നമ്മൾ നോട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, അപ്പം ഈ ടൈം ഡൊമൈൻ്റെ ഈ സ്പെസിഫിക്കേഷൻസിൽ നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് എടുക്കുന്നത് നമ്മുടെ സെക്കൻഡ് ഓർഡർ സിസ്റ്റത്തിൻ്റെ ഓസിലേറ്ററി റെസ്പോൺസിൻ്റെ കാര്യങ്ങളാണ്. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ അനലൈസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഓസിലേറ്ററി റെസ്പോൺസ് ഓഫ് സെക്കൻഡ് ഓർഡർ സിസ്റ്റം. ഓക്കെ, സെക്കൻഡ് ഓർഡർ സിസ്റ്റത്തിൻ്റെ ഓസിലേറ്ററി റെസ്പോൺസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ അനലൈസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, അപ്പോൾ ആ ഓസിലേറ്ററി റെസ്പോൺസ് നമുക്കൊന്ന് അനലൈസ് ചെയ്യാം. ഇതാണ് ടി, ഇതാണ് നമ്മുടെ സി ഓഫ് ടി. ഓക്കെ, അപ്പം അവർ റെസ്പോൺസ് വിൽ ലുക്ക് ലൈക്ക് ഓക്കെ, ഇതാണ് നമ്മുടെ റെസ്പോൺസ്. റെസ്പോൺസിൽ ഓരോരോ കാര്യങ്ങളാണ് നമ്മൾ അനലൈസ് ചെയ്യാൻ പോകുന്നത്. ഇതാണ് നമ്മളെ പീക്ക് വാല്യൂ എന്ന് പറയും. ഓക്കെ, സി ഓഫ് ടി പി എന്ന് പറഞ്ഞാൽ പീക്ക് വാല്യൂ ആണ്. ഇത് 1 വാല്യൂ. ഇവിടെ ഒരു ടൈം ഉണ്ട്, അത് ടി ഡി എന്നാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഓക്കെ, ടി ഡി. ഇവിടെ ഒരു ടൈം ഉണ്ട്, അത് ടി ആർ. ഓക്കെ, എന്താണ് ടി ഡി, എന്താ ടി ആർ എന്നൊക്കെ നമ്മൾ പറയും. അത് നമ്മൾ ലിസ്റ്റ് നോക്കിയാൽ മതിയാവും. ഓക്കെ, ഇവിടെ ഒരു വാല്യൂ ഉണ്ട്, അതാണ് ടി പി. ഹിയർ യു വിൽ ബി ഹാവിങ് അനദർ വാല്യൂ എം പി. ദെൻ ഇവിടെ ഇതിനെയാണ് നമ്മൾ ടോളറൻസ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, സോ ദിസ് ഈസ് കോൾഡ് ആസ് ടോളറൻസ്. ഇതെന്ന് പറഞ്ഞാൽ 2% to 5% ആയിരിക്കും. ഓക്കെ, ഇപ്പോൾ ടോളറൻസിൻ്റെ ഈ വാല്യൂ എന്ന് പറഞ്ഞാൽ ഇറ്റ് വിൽ ബി സെറ്റിലിംഗ് ടൈം. ഓക്കെ, സെറ്റിലിംഗ് ടൈമിനാണ് നമ്മൾ അതിനെ വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഓരോ ഈ പറഞ്ഞ ടൈമുകളും ഓരോന്നും എന്തിനാ റെപ്രസെൻ്റ് ചെയ്യുന്നു നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഒരു യൂണിറ്റ് സ്റ്റെപ്പ് ഇൻപുട്ടിൽ കൊടുക്കുമ്പോഴാണല്ലോ നമുക്ക് ഇത്തരത്തിലുള്ള ഓസിലേറ്ററി റെസ്പോൺസ് നമുക്ക് കിട്ടിയത്, അല്ലേ? നമുക്കൊരു ട്രാൻസിയൻറ്റ് റെസ്പോൺസ്, ഒരു ഓസിലേറ്ററി റെസ്പോൺസ് നമ്മളൊരു യൂണിറ്റ് സ്റ്റെപ്പിൽ കൊടുക്കുമ്പോഴാണ് നമുക്കിങ്ങനെ കിട്ടിയത്, അല്ലേ? അപ്പോൾ അതിന് വിത്ത് റെസ്പെക്ട് ടു ആ സമയത്തുള്ള നമ്മുടെ ടൈം ഡൊമൈൻ്റെ സ്പെസിഫിക്കേഷൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഓരോ ടേമിനെ ഇൻഡിവിജ്വൽ എടുത്ത് നമ്മൾ നോക്കും. ഓക്കെ, അപ്പോൾ ഇതിൽ പഠിക്കാനുള്ള ടേമുകൾ എന്ന് പറയുന്നത് ഫസ്റ്റ് വൺ ഡിലേ ടൈമാണ്. ഓക്കെ, ഡിലേ ടൈം അതാണ് ഇവിടെ റെപ്രസെൻ്റ്, ടി ഡി എന്ന് റെപ്രസെൻ്റ്, ഇതാണ് സാധനം. ഓക്കെ, ഡിലേ ടൈം ടി ഡി. ഓക്കെ, ഡിലേ ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് നത്തിങ് ബട്ട്, നിങ്ങൾ ഈ കർവ് നോക്കും, ഈ കർവിൻ്റെ ടൈം റെസ്പോൺസ് ഇതാണ് നമ്മുടെ മൊത്തം വാല്യൂ. ഓക്കെ, അപ്പോൾ ഈ ഫൈനൽ വാല്യൂൻ്റെ എത്ര സമയം എത്തുന്നതാണ്. ഇപ്പോൾ ഒരു 1 ആണ് അതിൻ്റെ വാല്യൂ, അതിന് 0.5 എത്തുന്നു എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം ആ റെസ്പോൺസ് നമ്മുടെ ഫൈനൽ വാല്യൂയുടെ 50% റീച്ച് ചെയ്യുന്നു എന്നുള്ളതാണല്ലോ അർത്ഥം, അല്ലേ? അപ്പം ഡിലേ ടൈം എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ ടൈം ടേക്കൺ for the response
time taken for the response to reach 50% of the 50% of the final value. Okay, final value for the very first time. Okay, ആദ്യമായിട്ട് നമ്മൾ ഫൈനൽ വാല്യൂയുടെ 50% എത്തുന്ന ആ ഒരു വാല്യൂവിനെ വിളിക്കുന്ന പേരാണെന്ത്? ഡിലേ ടൈം എന്നുള്ളത്. ഓക്കെ, ഡിലേ ടൈം ചോദിച്ച് കാണാറുണ്ട്, അതുകൊണ്ട് തന്നെ അതൊരു ഇമ്പോർട്ടൻറ്റ് ടേമാണ്. ഓക്കെ, ഇനി അടുത്തത് റൈസ് ടൈമാണ്. ഓക്കെ, റൈസ് ടൈമാണ് TR. അപ്പോൾ റൈസ് ടൈം എന്ന് ഓർക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാവുക, കണ്ട ഇവിടെ 0 ഈ 1 വരെ എത്തുക, അതായത് ഇപ്പോൾ 100 എവിടെയെങ്കിലും 0 100% എത്തുന്ന സമയം. ഓക്കെ, അപ്പോൾ റൈസ് ടൈം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് നത്തിങ് ബട്ട് ഇറ്റ് ഈസ് ദ ടൈം ടേക്കൺ ഫോർ ദ റെസ്പോൺസ് ടു റീച്ച് അല്ലെങ്കിൽ ടു റേസ് ഫ്രം അല്ലെങ്കിൽ ടു റേച്ച് ഫ്രം 0 to 100% ഫോർ ദ വെരി ഫസ്റ്റ് ടൈം. ഓക്കെ, 100% എത്തുന്ന ഫസ്റ്റത്തെ സമയത്തിന് വിളിക്കുന്ന പേരാണെന്ത്? റൈസ് ടൈം എന്നുള്ളത്. ഓക്കെ, അപ്പം അത് ഓർത്ത് വയ്ക്കുക. ഇപ്പം നമ്മളൊരു അണ്ടർ ഡാംഡ് സിസ്റ്റമാണ് എടുത്തത്. അപ്പോൾ ഓരോ സിസ്റ്റത്തിനും ഓരോ പോലെയാണ്. ഇപ്പോൾ നമ്മൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മൾ അണ്ടർ ഡാംഡ് ആണ് നമ്മളിപ്പോൾ കാണിച്ചത്. അപ്പോൾ അണ്ടർ ഡാംഡ് ആണെങ്കിൽ നമ്മുടെ റൈസ് ടൈം എന്ന് പറഞ്ഞാൽ ഇറ്റ് വിൽ ബി ഫ്രം 0% 100% എത്തുന്നത് എന്നുള്ളതാണ്. ഇനി ഇതിന് പകരം നിങ്ങളൊരു ഓവർ ഡാംഡ് സിസ്റ്റമാണ് എടുത്തതെന്ന് വിചാരിക്കും. അപ്പോൾ ഓവർ ഡാംഡ് സിസ്റ്റമാണ് എടുത്തതെങ്കിൽ ഇറ്റ് വിൽ ബി ഫ്രം 10% 90% എത്തുന്ന തരത്തിലുള്ളൊരു വാല്യൂ ആണ് കിട്ടുക. ഇനി അതല്ല നമ്മളൊരു ക്രിട്ടിക്കലി ഡാംഡ് സിസ്റ്റമാണ് എടുത്തതെന്ന് വിചാരിക്കും. അപ്പോൾ ക്രിട്ടിക്കലി ഡാംഡ് സിസ്റ്റത്തിൽ ഇറ്റ് വിൽ ബി ഫ്രം 5% 95% എത്തുന്ന വാല്യൂവിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? പറയുന്നത്. ഓക്കെ, അപ്പോൾ അത് ഓരോന്ന് വേരി ചെയ്യും. പക്ഷേ സ്റ്റിൽ നമ്മൾ ജനറലി നമ്മൾ അണ്ടർ ഡാംഡ് ആണ് നോക്കുന്നത്. അപ്പോൾ 0% 100% എത്തുന്ന ആ ഒരു ടൈമിനെ വിളിക്കുന്ന പേരാണെന്ത്? റൈസ് ടൈം എന്നുള്ളത്. ഓക്കെ, ഇനി അടുത്തത് മൂന്നാമത്തെ ടെർമിനോളജി എന്ന് പറയുന്നത് പീക്ക് ടൈമാണ്. ഓക്കെ, പീക്ക് ടൈം. അപ്പോൾ പീക്ക് ടൈമിനാണ് നമ്മൾ TP എന്ന് റെപ്രസെൻ്റ് ചെയ്യുന്നത്. നമ്മളിവിടെ നോക്കാം, എന്താ ഈ സൈഡിലുള്ള അല്ലെങ്കിൽ ഈ കാണിച്ചിരിക്കുന്ന ഇതിനാണ് നമ്മൾ പീക്ക് ടൈം എന്ന് വിളിക്കുന്നത്. അതായത് നമ്മൾ റെസ്പോൺസിൻ്റെ ഏറ്റവും പീക്കിൽ എത്തുന്ന സമയം. കാരണം ആദ്യം നമ്മൾ പഠിച്ചു ഡിലേ എന്ന് പറഞ്ഞാൽ 50% എത്തുന്ന വാല്യൂ. റൈസ് എന്ന് പറഞ്ഞാൽ 100% എത്തുന്ന പോലെ പീക്ക് എന്ന് പറഞ്ഞാൽ അതിൻ്റെ മേലെ, അതായത് പീക്ക് ആ റെസ്പോൺസിൻ്റെ മൊത്തത്തിലുള്ള പീക്ക് വാല്യൂവിൽ എത്തുന്ന സമയത്തിന് നമ്മൾ പീക്ക് ടൈം എന്ന് പറയുന്നു. ഓക്കെ, സോ പീക്ക് ടൈം ഈസ് നത്തിങ് ബട്ട് ഇറ്റ് ഈസ് ദ ടൈം ടേക്കൺ for the response to reach the peak value. Okay, peak value for the very first time. Okay, പീക്ക് വാല്യൂവിൽ എത്തുന്ന അല്ലെങ്കിൽ പീക്കിൽ ആ റെസ്പോൺസിൻ്റെ മൊത്തം പീക്കിൽ അല്ലെങ്കിൽ എത്തുന്നതിനെ നമ്മളെന്ത് പീക്ക് ടൈം എന്ന് നമ്മൾ എന്ത് ചെയ്യുന്നത് പറയുന്നത്. ഓക്കെ, അല്ലെങ്കിൽ നമുക്കതിന് വേറെ ഡെഫിനേഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ ടൈം ടേക്കൺ ഫോർ ദ റെസ്പോൺസ് ടു റീച്ച് ദ പീക്ക് ഓവർഷൂട്ട് എന്ന് പറയും. ഓക്കെ, പീക്ക് ഓവർഷൂട്ട് നമ്മളവിടെ MP എന്ന് റെപ്രസെൻ്റ് ചെയ്തിരുന്നു. നോക്കുന്നില്ലേ, ഇതാ ഈ MP അതിൻ്റെ ടോപ്പ് വാല്യൂണ് MP. ഓക്കെ, ആ MP എന്ന് പറയുന്നത്. അപ്പോൾ ആ MP-യിലേക്ക് എത്തുന്ന ആ ഒരു സമയം എന്ന് പറയാം. അല്ലെങ്കിൽ നമുക്ക് പറയാവുന്നത് നമ്മൾ പീക്ക് വാല്യൂവിലേക്ക് എത്തുന്ന ആ ടൈമിനെന്ന് പറയാം. രണ്ട് തരത്തിൽ നമുക്ക് അതിനെ എന്ത് ചെയ്യാം, അനലൈസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ അതാണ് നമ്മുടെ പീക്ക് ടൈം എന്ന് പറയുന്നത്. ഇനി പീക്ക് ഓവർഷൂട്ട് എന്താണെന്ന് നമുക്ക് നോക്കാം. അതാണ് നമ്മുടെ നാലാമത്തെ ടേം, പീക്ക് ഓവർഷൂട്ട്. അതാണ് ഇവിടെ MP എന്നും പറഞ്ഞ് എഴുതിയിരിക്കുന്നത്. ഓക്കെ, പീക്ക് ഓവർഷൂട്ട്.
പീക്ക് ഓവർഷൂട്ട് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് defined as the ratio of the maximum peak value. Okay, maximum peak value measured from final value. Okay, final value എന്ന് മെഷർ ചെയ്യുന്ന മാക്സിമം പീക്ക് വാല്യൂ അതാണ് നമ്മൾ കാണിച്ചിരിക്കുന്ന നമ്മുടെ വാല്യൂ. ഓക്കെ, നമ്മുടെ സപ്പോസ് നമ്മുടെ മാക്സിമം വാല്യൂവിനെ നമ്മൾ അല്ലെങ്കിൽ നമ്മളെ ഫൈനൽ വാല്യൂവിനെ സപ്പോസ് ഇഫ് യു ആർ ടേക്കിംഗ് ഇറ്റ് ആസ് സി ഓഫ് ഇൻഫിനിറ്റി. ഓക്കെ, അതുപോലെ നമ്മുടെ മാക്സിമം വാല്യൂവിനെ ഇഫ് യു ആർ ടേക്കിംഗ് ലൈക്ക് സി ഓഫ് ടി പി, അതാണ് നമ്മുടെ മാക്സിമം വാല്യൂ. അങ്ങനെയാണെങ്കിൽ യുവർ പീക്ക് ഓവർഷൂട്ട് എം പി വിൽ ബി ഈക്വൽ ടു സി ഓഫ് ടി പി മൈനസ് സി ഓഫ് ഇൻഫിനിറ്റി ഡിവൈഡഡ് ബൈ സി ഓഫ് ഇൻഫിനിറ്റി. ഓക്കെ, അതായത് പീക്ക് വാല്യൂ അല്ലെങ്കിൽ നമ്മുടെ മാക്സിമം വാല്യൂ മൈനസ് ഫൈനൽ വാല്യൂ, അതാണ് ഫൈനൽ വാല്യൂ നമ്മൾ ഇൻഫിനിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, ഇൻഫിനിറ്റി ആയിട്ടുള്ളൊരു വാല്യൂ. ഓക്കെ, അപ്പം മാക്സിമം വാല്യൂ മൈനസ് ഫൈനൽ വാല്യൂ ഡിവൈഡ് ബൈ ഫൈനൽ വാല്യൂ, അതിനാണ് പീക്ക് ഓവർഷൂട്ട് എന്ന് പറയുന്നത്. പീക്ക് ഓവർഷൂട്ട് നമ്മൾ ജസ്റ്റ് പെർസെൻറ്റേജിലേക്ക് ഏതാണ് പെർസെൻറ്റേജ് എം പി വിൽ ബി ഈക്വൽ ടു സി ഓഫ് ടി പി മൈനസ് സി ഓഫ് ഇൻഫിനിറ്റി ഡിവൈഡഡ് ബൈ സി ഓഫ് ഇൻഫിനിറ്റി ഇൻറ്റു 100. പെർസെൻറ്റേജിലായതുകൊണ്ടാണ് ഈ ഫോർമുല. അപ്പോൾ പീക്ക് ഓവർഷൂട്ടിൻ്റെ ഫോർമുലയാണ് ഇത്. ഓക്കെ, സോ അതാണ് അതിൻ്റെ ഒരു ഇക്വേഷൻ. ഓക്കെ, ഇനി അടുത്തത് അഞ്ചാമതായിട്ട് വരുന്നതാണ് നമ്മുടെ സെറ്റിലിംഗ് ടൈം. ഓക്കെ, നമ്മൾ ആ ഗ്രാഫിൽ കാണിക്കുന്നുണ്ട് സാധനം സെറ്റിലിംഗ് ടൈം. ഇതാണ് നമ്മുടെ സെറ്റിൽ ചെയ്യുന്ന ടൈം. ഓക്കെ, അത് ടോളറൻസ് കൊണ്ട് നമ്മൾ ചെയ്യുന്ന വാല്യൂ ആണ്. അപ്പോൾ അതിനാണ് നമ്മൾ സെറ്റിലിംഗ് ടൈം എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് നമുക്ക് സെറ്റിലിംഗ് ടൈം എന്ന് നമുക്ക് നോക്കാം. സെറ്റിലിംഗ് ടൈം എന്ന് പറയുന്നത് അതും ഒരു ടൈം ടേക്കൺ തന്നെയാണ്. നത്തിങ് ബട്ട് ഇറ്റ് ഈസ് ദ ടൈം ടേക്കൺ. It is also the time taken by the response to reach and stay within a specified error. ഓക്കെ, അതാണ് ഇവിടെ എത്തി അവിടെ സ്റ്റേ ചെയ്യുന്ന ആ ഒരു ടൈമിനെ വിളിക്കുന്നതാണ് സെറ്റിൽ. അതായത് സെറ്റിൽ ആവാൻ എടുക്കുന്ന സമയം. ഓക്കെ, അപ്പോൾ സെറ്റിൽ ആവാൻ എടുക്കുന്ന സമയം എപ്പോഴും റെപ്രസെൻ്റ് ചെയ്യുന്നത് ഇറ്റ് ഈസ് റെപ്രസെൻ്റ് ദ പെർസെൻറ്റേജ് ഓഫ് ഫൈനൽ വാല്യൂ. ഓക്കെ, ഫൈനൽ വാല്യൂവിൻ്റെ പെർസെൻറ്റേജിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഈ സെറ്റിലിംഗ് ടൈം നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ആ ഒരു കാര്യം നോട്ട് ചെയ്യുക. അപ്പോൾ ഈ ഫൈനൽ വാല്യൂവിൻ്റെ ബേസിലാണ് എടുക്കുന്നതെന്ന് പറയുന്നത് തന്നെ നമ്മളതിൻ്റെ നമ്മുടെ ടോളറൻസ് അല്ലെങ്കിൽ നമ്മുടെ ടോളറബിൾ എറർ എന്ന് പറയുന്നത് ടോളറൻസ് എന്ന് പറയുന്നത് 2% മുതൽ 5% വരെയാണ്. ഓക്കെ, അപ്പോൾ 2% മുതൽ 5% വരെയാണ് നമ്മളതിൻ്റെ ആ ഒരു വാല്യൂവിൻ്റെ ഇത് നമ്മൾ പറയുന്നു. ഓക്കെ, ആ സെറ്റിൽ ചെയ്യാൻ എടുക്കുന്ന സമയം അല്ലെങ്കിൽ ഫൈനൽ വാല്യൂവിൻ്റെ 2 മുതൽ 5% വരെയാണ് ആ സെറ്റിൽ ചെയ്യാൻ എടുക്കുന്ന സമയം എന്ന് പറയുന്നത്. അതിനാണ് നമ്മൾ സെറ്റിലിംഗ് ടൈം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് അതിൻ്റെ ഒരു കൺസെപ്റ്റ്. ഓക്കെ, ഇനി നമ്മൾ അനലൈസ് ചെയ്യാൻ പോകുന്നത് നമ്മൾ ഈ റൈസ് ടൈം, പീക്ക് ടൈം, സെറ്റിലിംഗ് ടൈം എല്ലാം പറഞ്ഞല്ലോ. ഇതിനെല്ലാത്തിൻ്റെയും നമുക്ക് ഇക്വേഷൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ആ ഇക്വേഷൻസ് എന്തൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾ അനലൈസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നമുക്കത് ഓരോന്നും നമുക്കൊന്ന് അനലൈസ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാം നോക്കാം.
അപ്പോൾ അതിൽ ഫസ്റ്റത്തതാണ് നമ്മുടെ റൈസ് ടൈം. ഓക്കെ, റൈസ് ടൈം നോക്കാം നമുക്ക് എന്താണെന്ന്. അപ്പോൾ റൈസ് ടൈം എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാം ഈ ഫൈനൽ റെസ്പോൺസിനെ ബേസ് ചെയ്തിട്ടാണല്ലോ എടുക്കുന്നത്. നമ്മൾ അണ്ടർ ഡാംപ്ഡിൻ്റെ റെസ്പോൺസിനെ ബേസ് ചെയ്തിട്ടാണ് എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ആദ്യം റെസ്പോൺസ് എഴുതി വെക്കണം അണ്ടർ ഡാംപ്ഡിൻ്റെ. സോ സി ഓഫ് ടി വിൽ ബി ഈക്വൽ ടു 1 മൈനസ് സി റേസ് ടു മൈനസ് ഡോ ഒമേഗ ഇൻറ്റു ടി ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് 1 മൈനസ് ഡോ സ്ക്വയർ ഇൻറ്റു സൈൻ ഓഫ് ഒമേഗ ഡി ഇൻറ്റു ടി പ്ലസ് തീറ്റ. ഓക്കെ, ഇതാണ് നമ്മുടെ റെസ്പോൺസ്. ഓക്കെ, ഇനി നമ്മളിത് ഈ റെസ്പോൺസ് നമ്മൾ ജസ്റ്റ് ഒന്ന് അനലൈസ് ചെയ്യാം. ഇപ്പോൾ സപ്പോസ് ഇത് ടി, ഇത് നമ്മുടെ സി ഓഫ് ടി ആണെങ്കിൽ യുവർ റെസ്പോൺസ് വിൽ ബി ലൈക്ക് ദിസ്. ഓക്കെ, അപ്പോൾ ഇതിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, റൈസ് ടൈം എന്ന് വിളിക്കുന്നത്. ഇത് നമ്മൾ സി ഓഫ് റൈസ് ടൈം ഈക്വൽ ടു 1. ഓക്കെ, അപ്പം വാട്ട് ഈസ് ഹാപ്പനിങ് ആക്ച്വലി ഈസ് അറ്റ് ടി ഈക്വൽ ടു ടി ആർ, അതായത് റൈസ് ടൈമിൻ്റെ സമയം ടി ഈക്വൽ ടു ടി ആർ, യുവർ സി ഓഫ് ടി എന്ന് പറഞ്ഞാൽ നമ്മൾ സി ഓഫ് ടി ആർ എന്ന് എഴുതിയിട്ടുണ്ട്. ദാറ്റ് വിൽ ബി ഈക്വൽ ടു 1. അപ്പോൾ അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ സി ഓഫ് ടി ആർ വിൽ ബി ഈക്വൽ ടു 1 മൈനസ് സി റേസ് ടു മൈനസ് ഡോ ഒമേഗ എൻ ഇൻറ്റു ഏത് സമയത്താണ്, ടി ആറിലാണ്. അപ്പോൾ ടി ആർ ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് 1 മൈനസ് ഡോ സ്ക്വയർ സൈൻ ഓഫ് ഒമേഗ ടി ഇൻറ്റു ടി ആർ പ്ലസ് തീറ്റ. ഈ സി ഓഫ് ടി ആർ എന്ന് പറഞ്ഞാൽ എത്ര വാല്യൂ 1 ആണ് അല്ലേ. അപ്പോൾ നമ്മളത് അനലൈസ് ചെയ്യുമ്പോൾ യു വിൽ ബി ഗെറ്റിംഗ് മൈനസ് ഇ റേസ് ടു മൈനസ് ഡോ ഒമേഗ ഇൻറ്റു ടി ആർ ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് 1 മൈനസ് ഡോ സ്ക്വയർ ഇൻറ്റു സൈൻ ഓഫ് ഒമേഗ ടി ഡി ടി ആർ പ്ലസ് തീറ്റ ഈക്വൽ ടു 0. ഓക്കെ, അപ്പം നമുക്കറിയാം നമ്മൾ എക്സ്പൊണൻഷ്യൽ ഈ ഇ റേസ് ടു മൈനസ് ഡോ ഒമേഗ ഇൻറ്റു ടി ആർ നമുക്ക് 0 ആക്കി എടുക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അത് ഏതായിരിക്കും നമുക്ക് 0 ആക്കി എടുക്കാൻ പറ്റുക, സൈൻ ഓഫ് ഒമേഗ ഡി ടി ആർ പ്ലസ് തീറ്റ ഈക്വൽ ടു 0 ആക്കി എടുക്കാം. ഓക്കെ, അപ്പോൾ അങ്ങനെ എടുക്കുമ്പോൾ നമുക്കറിയാം നമ്മൾ ഈ ടേം ഇപ്പോൾ സപ്പോസ് ഇത് നമ്മൾ ഫൈ എന്ന് വിളിക്കുകയാണെങ്കിൽ സൈൻ ഫൈ ഈക്വൽ ടു 0 അല്ലേ. അപ്പോൾ നമുക്ക് സൈൻ ഫൈ എപ്പോഴാണ് 0 ആവുന്നത്, സൈൻ ഫൈ 0 ആവുന്നത് വെൻ ഫൈ ഈക്വൽ ടു 0, പൈ, 2π, 3π ഇങ്ങനെ പോകുന്ന വാല്യൂസിലാണ് 0 ആവുന്നത്. ഓക്കെ, അപ്പോൾ ആ സമയത്ത് നമ്മൾ ഏതെങ്കിലും ഒരു വാല്യൂ എടുക്കുക. അപ്പോൾ യു ആർ ടേക്കിംഗ് ഒമേഗ ഡി ഇൻറ്റു ടി ആർ പ്ലസ് തീറ്റ ഈക്വൽ ടു പൈ ആണ് എടുക്കുന്നത്. അപ്പം യു വിൽ ബി ഗെറ്റിംഗ് ഒമേഗ ഡി ഇൻറ്റു ടി ആർ ഈക്വൽ ടു പൈ മൈനസ് തീറ്റ. സോ യുവർ റൈസ് ടൈം വിൽ ബി ഈക്വൽ ടു പൈ മൈനസ് തീറ്റ ബൈ ഒമേഗ ഡി. ഇതാണ് നിങ്ങളുടെ റൈസ് ടൈമിൻ്റെ ഇക്വേഷൻ. ഓക്കെ, ഇനി മുതൽ ഇതാണ് റൈസ് ടൈമിൻ്റെ ഇക്വേഷനായിട്ട് പഠിക്കേണ്ടത്, പൈ മൈനസ് തീറ്റ ബൈ ഒമേഗ ഡി. ഓക്കെ, വേറെ നമ്മുടെ തീറ്റ ഓർക്കുന്നുണ്ടല്ലോ, തീറ്റ വിൽ ബി ടാൻ ഇൻവേഴ്സ് ഓഫ് റൂട്ട് ഓഫ് 1 മൈനസ് ഡോ സ്ക്വയർ ബൈ ഡോ. ഇതാണ് നമ്മുടെ തീറ്റ. വേറെ നമ്മുടെ ഡാംഡ് ഫ്രീക്വൻസി ഒമേഗ ഡി വിൽ ബി ഈക്വൽ ടു ഒമേഗ ഇൻറ്റു റൂട്ട് ഓഫ് 1 മൈനസ് ഡി സ്ക്വയർ. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ റൈസ് ടൈമിൻ്റെ ഇക്വേഷൻ. ആ റൈസ് ടൈമിൽ തീറ്റേന് ഒമേഗ ഡീൻ്റെ ഇക്വേഷൻസ് ആണ് നമ്മളിവിടെ എഴുതിയത്. ഓക്കെ, അപ്പം ഇതാണ് നമ്മളുടെ റൈസ് ടൈമിൻ്റെ ഇക്വേഷൻ. അപ്പോൾ റൈസ് ടൈമിൻ്റെ ഇക്വേഷൻ ഓർത്ത് വയ്ക്കുക. ഇനി അടുത്ത രണ്ടാമത്തെ ടേം നമുക്ക് നോക്കാനുള്ളത് പീക്ക് ടൈമിൻ്റെ ആണ്. ഓക്കെ, പീക്ക് ടൈമിൻ്റെ ഇക്വേഷനാണ് പഠിക്കാനുള്ളത്. അപ്പോൾ പീക്ക് ടൈം എങ്ങനെ കാണുന്നു എന്ന് നമുക്ക് നോക്കാം. പീക്ക് ടൈം കാണാൻ ഡിഫറൻഷിയേറ്റ് ഡി ബൈ ഡി ഓഫ് സി ഓഫ് ടി വെൻ ടി ഈസ് ഈക്വൽ ടു ടി പി ഈക്വൽ ടു 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. ഓക്കെ, അപ്പോൾ നമ്മൾക്ക് എന്ത് ചെയ്യേണ്ടി വരും, നമ്മളെ സി ഓഫ് ടീനെ നമ്മളെടുത്തിട്ട് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത് അല്ലേ. അപ്പോൾ ഡി ബൈ ഡി ഓഫ് ടി ഓഫ് യുവർ സി ഓഫ് ടി, നമ്മളെ സി ഓഫ് ടി എന്ന് പറയുന്ന സാധനം എന്തായിരുന്നു, 1 മൈനസ് ഇ റേസ് ടു മൈനസ് ഡോ ഒമേഗ ഇൻറ്റു ടി
ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് 1 മൈനസ് ഡോ സ്ക്വയർ ഇൻറ്റു സൈൻ ഓഫ് ഒമേഗ ഡി ടി പ്ലസ് തീറ്റ അല്ലേ. അപ്പോൾ അതൊക്കെ നമ്മളിവിടെ എടുത്ത് എന്ത് ചെയ്യുക, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, അതിൻ്റെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുക, എന്നിട്ട് ഈക്വൽ ടു 0 കൊടുക്കുക. എപ്പോൾ നമ്മൾ ടി ഈക്വൽ ടു ടി പി എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യുക, കൊടുക്കുക. അങ്ങനെ ടി പി എന്ന് പറഞ്ഞിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പോലെ സൈൻ ഓഫ് എന്ന് പറഞ്ഞിട്ടൊരു വാല്യൂ കിട്ടും. സൈൻ ഓഫ് എന്നിട്ട് വാല്യൂ കിട്ടി. ലാസ്റ്റ് യുവർ ഇക്വേഷൻ വിൽ ബി ലൈക്ക് ദിസ്. അത് മാത്രം നമുക്കൊന്ന് അനലൈസ് ചെയ്യാം. ടി പി വിൽ ബി ഈക്വൽ ടു പൈ ബൈ ഒമേഗ ഡി. ക്ലിയർ? ഇതാണ് നമ്മുടെ പീക്ക് ടൈമിൻ്റെ ഇക്വേഷൻ. എന്താണ്? പൈ ബൈ ഒമേഗ ഡി. ഓക്കെ, ഒമേഗ ഡിക്കൊന്നും മാറ്റമില്ല, ഇത് തന്നെയാണ്. ഒമേഗ ഡി എന്ന് പറഞ്ഞാൽ ഒമേഗ ഇൻറ്റു റൂട്ട് ഓഫ് 1 മൈനസ് ഡോ സ്ക്വയർ ആണ്. പൈക്ക് പിന്നെ പ്രശ്നങ്ങളില്ല, നമ്മൾ തീറ്റ വരുന്നുണ്ടെങ്കിൽ ഇതുമാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്. ഓക്കെ, 2 ഇക്വേഷൻസായി. റൈസ് ടൈം എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഇതാണ് നമ്മുടെ റൈസ് ടൈം, ഇതാണ് നമ്മുടെ എന്ത്, പീക്ക് ടൈം. ക്ലിയർ? അപ്പോൾ റൈസ് ടൈമും പീക്ക് ടൈമും ഓർത്ത് വയ്ക്കാം. ഓക്കെ, ഇനി അടുത്തത് നമ്മുടെ പീക്ക് ഓവർഷൂട്ടാണ്. ഓക്കെ, പീക്ക് ഓവർഷൂട്ട്. ഓക്കെ, പീക്ക് ഓവർഷൂട്ട് MP എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ അതിൽ നമുക്ക് ആദ്യത്തെ നമ്മൾ നേരത്തെ എഴുതിയ ഇക്വേഷൻ നമുക്കറിയാം. പെർസെൻറ്റേജ് MP വിൽ ബി ഈക്വൽ ടു C ഓഫ് TP മൈനസ് C ഓഫ് ഇൻഫിനിറ്റി ഡിവൈഡ് ബൈ C ഓഫ് ഇൻഫിനിറ്റി ഇൻറ്റു 100 എന്നുള്ളതാണ്. നമ്മളിവിടെ എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വേറെ നമ്മുടെ C ഓഫ് TP എന്ന് പറയുന്നത് നമുക്ക് എന്താണിത്, പീക്ക് റെസ്പോൺസ് ആണ് അല്ലേ. എപ്പോഴുള്ള പീക്ക് റെസ്പോൺസ് ആണ്. അറ്റ് T ഈസ് ഈക്വൽ ടു TP. T ഈസ് ഈക്വൽ ടു TP ഉള്ള പീക്ക് റെസ്പോൺസ് ആണ്. C ഓഫ് ഇൻഫിനിറ്റി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അതെന്താണ്, നമ്മുടെ ഫൈനൽ സ്റ്റഡി സ്റ്റേറ്റ് വാല്യൂ ആണ് നമ്മുടെ C ഓഫ് ഇൻഫിനിറ്റി. ഓക്കെ, അപ്പോൾ നേരത്തെ ചെയ്ത പോലെ തന്നെ നമ്മൾ യൂണിറ്റ് സ്റ്റെപ്പ് റെസ്പോൺസിൻ്റെ ഇതിലേക്ക് നമ്മൾ ഓരോ വാല്യൂവിനെയും നമ്മൾ കൺസിഡർ ചെയ്യുന്നു. അപ്പോൾ നമ്മളങ്ങനെ ഓരോ വാല്യൂസിനെയും നമ്മൾ കൺസിഡർ ചെയ്ത് കഴിയുമ്പോൾ യു വിൽ ബി ഗെറ്റിംഗ് ആൻ ഇക്വേഷൻ ലൈക്ക്, നമ്മൾ ഈ വാല്യൂവിലേക്കാണ് നമ്മൾ C ഓഫ് T ഈക്വൽ ടു 1 മൈനസ് E റേസ് ടു മൈനസ് ഡോ ഒമേഗ ഇൻറ്റു T ഡിവൈഡ് ബൈ റൂട്ട് ഓഫ് 1 മൈനസ് ഡോ സ്ക്വയർ ഇൻറ്റു സൈൻ ഓഫ് ഒമേഗ ഡി ഇൻറ്റു ടി പ്ലസ് തീറ്റ. ഇതാണല്ലോ ഇക്വേഷൻ. ഓക്കെ, അപ്പോൾ ഈ ഇക്വേഷനിലേക്ക് നമ്മൾ ഓരോ തരത്തിൽ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ആദ്യം T ഈക്വൽ ടു ഇൻഫിനിറ്റി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. അപ്പോൾ C ഓഫ് Tക്ക് വരെ നമ്മൾ C ഓഫ് ഇൻഫിനിറ്റി എന്ന് എഴുതും. അത് നമ്മൾ ഇൻഫിനിറ്റി ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ യു വിൽ ബി ഗെറ്റിംഗ് ആൻ ആൻസർ 1. ഓക്കെ, ഇനി നമ്മൾ ഇൻഫിനിറ്റിക്ക് വരെ T ഈസ് ഈക്വൽ ടു TP ആണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നതെന്ന് വിചാരിക്കും. അപ്പോൾ C ഓഫ് TP സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ യുവർ C ഓഫ് T വിൽ ബി C ഓഫ് TP. അതിൻ്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ 1 മൈനസ് E റേസ് ടു മൈനസ് ഡോ ഒമേഗ ഇൻറ്റു TP ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് 1 മൈനസ് ഡോ സ്ക്വയർ സൈൻ ഓഫ് ഒമേഗ ഡി ഇൻറ്റു TP പ്ലസ് തീറ്റ എന്നുള്ളതാണ് ഇക്വേഷൻ. ഓക്കെ, നമ്മളിവിടെ ഈ TPക്ക് പകരം പൈ ബൈ ഒമേഗ ഡി ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴൊക്കെ C ഓഫ് TPക്ക് ഒരു ഇക്വേഷൻ കിട്ടും. ആ ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ C ഓഫ് TP വിൽ ബി ഈക്വൽ ടു 1 പ്ലസ് E റേസ് ടു മൈനസ് ഡോ പൈ ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് 1 മൈനസ് ഡോ സ്ക്വയർ എന്നാണ്. ഓക്കെ, അപ്പോൾ C ഓഫ് TP എന്നുള്ള ഇക്വേഷൻ ഓർത്ത് വയ്ക്കുക. C ഓഫ് ഇൻഫിനിറ്റി നമുക്ക് എത്ര കിട്ടി? 1 കിട്ടി. ഇപ്പോൾ 2 ഇക്വേഷൻസ് കിട്ടി. C ഓഫ് ഇൻഫിനിറ്റിക്ക് 1 കിട്ടി, C ഓഫ് TPക്ക് ഒരു ഇക്വേഷൻ കിട്ടി. ഓക്കെ, ഇനി നമ്മളത് പീക്ക് ഓവർഷൂട്ടിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ നമ്മുടെ പെർസെൻറ്റേജ് MPക്ക് ഈക്വൽ ടു C ഓഫ് TP മൈനസ് C ഓഫ് ഇൻഫിനിറ്റി ഡിവൈഡഡ് ബൈ C ഓഫ് ഇൻഫിനിറ്റി ഇൻറ്റു 100. ദെൻ C ഓഫ് TP എന്ന് പറയുന്നത് നമുക്കറിയാം 1 പ്ലസ് E റേസ് ടു മൈനസ് ഡോ പൈ ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് 1 മൈനസ് ഡോ സ്ക്വയർ മൈനസ് 1 ഡിവൈഡഡ് ബൈ 1 ഇൻറ്റു 100. ഓക്കെ, ഈ 1ഉം 1ഉം കട്ടായി പോവും. അപ്പോൾ നമ്മൾക്ക് പെർസെൻറ്റേജ് പീക്ക് ഓവർഷൂട്ട് വിൽ ബി ഈക്വൽ ടു E റേസ് ടു മൈനസ് ഡോ പൈ ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് 1 മൈനസ് ഡോ സ്ക്വയർ ഇൻറ്റു 100. ക്ലിയർ? ഇതാണ് നമ്മുടെ പീക്ക് ഓവർഷൂട്ടിൻ്റെ ഇക്വേഷൻ.
ഓക്കെ, അതിന് മുതൽ നമ്മൾ പീക്ക് ഓവർഷൂട്ട് എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ഇക്വേഷനാണ് ഓർക്കേണ്ടത്. e raised to minus dou pi divided by root of 1 minus dou square into 100 എന്നുള്ള ഇക്വേഷനാണ് നമ്മുടെ കയ്യിൽ വരേണ്ടത്. ഓക്കെ, സോ അതാണ് നമ്മളെ പീക്ക് ഓവർഷൂട്ട് എന്നുള്ള കാര്യം. ഇനി അടുത്തത് നമുക്ക് നോക്കാനുള്ള ടേം എന്ന് പറഞ്ഞാൽ സെറ്റിലിംഗ് ടൈമാണ്. ഓക്കെ, സെറ്റിലിംഗ് ടൈമാണ്, സെറ്റിലിംഗ് ടൈം TS എന്നുള്ള കാര്യം. ഓക്കെ, അപ്പം ഈ ശരിക്കുള്ള ഈ റെസ്പോൺസുകൾക്കൊക്കെ അല്ലെങ്കിൽ നമ്മുടെ സെക്കൻഡ് ഓർഡർ സിസ്റ്റത്തിൻ്റെ റെസ്പോൺസ് വിൽ ബി ഹാവിങ് 2 കമ്പോണൻറ്റ്സ്. ഓക്കെ, 2 കമ്പോണൻറ്റ്സ് ആണ് നമ്മുടെ സെക്കൻഡ് ഓർഡർ സിസ്റ്റത്തിന് ഉണ്ടാവുക. രണ്ട് കമ്പോണൻറ്റ്സ് എന്ന് പറയുന്ന ഒന്നാമത്തത് ഡീക്കേയിങ് എക്സ്പോണൻഷ്യൽ കമ്പോണൻ്റ് ആണ്. ഓക്കെ, ഡീക്കേയിങ് എക്സ്പോണൻഷ്യൽ കമ്പോണൻറ്റ് is given by e raised to minus omega n into t divided by root of 1 by dou square. ഓക്കെ, ഈ മോളിലാണ് ഇതിങ്ങനെ എഴുതിയത്, നോക്കണ്ട നിങ്ങൾ. ഇങ്ങനെയാണ് ഇക്വേഷൻ വരിക. e raised to minus dou omega n into t divided by root of 1 by dou square. And the second one is sinusoidal കമ്പോണൻ്റ് ആണ്. സൈനസോയിഡൽ കമ്പോണൻ്റ് സൈൻ ഓഫ് ഒമേഗ ഡി ഇൻറ്റു ടി പ്ലസ് തീറ്റ എന്നുള്ള കമ്പോണൻ്റ് ആണ്. അപ്പോൾ അങ്ങനെ 2 റെസ്പോൺസുകൾ അല്ലെങ്കിൽ 2 കമ്പോണൻറ്റ്സ് ആണ് നമുക്ക് ഈ സെറ്റിലിംഗ് ടൈമിൻ്റെ കാര്യത്തിൽ വരുമ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് അനലൈസ് ചെയ്യേണ്ടത് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ആ ഓരോ സെറ്റിലിംഗ് ടൈം നമ്മളെങ്ങനെ കാണുന്നത് വെച്ചാൽ നമ്മൾ ഇതിൻ്റെ എക്സ്പോണൻഷ്യൽ കമ്പോണൻ്റ് ഇല്ലേ, ആ എക്സ്പോണൻഷ്യൽ കമ്പോണൻറ്റ് നമ്മൾ പെർസെൻറ്റേജ് ടോളറൻസിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. ഓക്കെ, അപ്പം നമ്മൾ എടുക്കുന്നത് ഒരു 2% ടോളറൻസ് ബാൻഡാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നതെന്ന് വിചാരിക്കുക. അപ്പോൾ 2% ടോളറൻസ് ബാൻഡ് നമ്മൾ എടുക്കുമ്പോൾ നമുക്ക് എങ്ങനെ നമ്മുടെ റെസ്പോൺസ് കിട്ടുന്നു എന്നുള്ളതാണ് നമ്മുടെ അനാലിസിസ്. ഓക്കെ, അപ്പോൾ 2% ടോളറൻസ് ബാൻഡ് കിട്ടുമ്പോൾ വെൻ അറ്റ് t equal to Ts your e raised to minus dou omega n into Ts divided by root of 1 minus dou square will be equal to 0.02, കാരണം 2% ആണല്ലോ. ഓക്കെ, അപ്പോൾ നമ്മൾ ഒന്ന് ജസ്റ്റ് അനലൈസ് ചെയ്യുമ്പോൾ will be getting e raised to minus dou omega into Ts will be equal to 0.02. നമ്മൾ നാച്ചുറൽ ലോഗരിതം എടുക്കുകയാണ്, അപ്പം ഇത് പോവും. മൈനസ് ഡോ ഒമേഗ ലോഗരിതം ഓഫ് 0.02. അപ്പോൾ മൈനസ് ഡോ ഒമേഗ ഇൻറ്റു TS വിൽ ബി ഈക്വൽ ടു 4. ഓക്കെ, 4 എന്ന് കിട്ടും. അപ്പോൾ അതിൻ്റെ അകത്തുനിന്ന് നമ്മൾ സെറ്റിലിംഗ് ടൈം എഴുതണം. അതിൻ്റെ അകത്തുനിന്ന് സെറ്റിലിംഗ് ടൈം എഴുതുമ്പോൾ TS വിൽ ബി ഈക്വൽ ടു 4 ഡിവൈഡഡ് ബൈ ഡോ ഒമേഗ എന്നുള്ളത്. ഓക്കെ, അത് നമുക്ക് ഒന്നുകൂടി മാറ്റി എഴുതാം. 4 ഇൻറ്റു ടി എന്ന് എഴുതാം. ഓക്കെ, ഇത് എത്ര പെർസെൻറ്റേജിനാണ്? 2% എറർ എന്നുള്ളതാണ്. ഓക്കെ, ഈ ടി എന്ന് പറയുന്ന സാധനം നമുക്കറിയാം ഇതെന്താണ്, 1 ബൈ ഡോ ഒമേഗ എന്നാണ്. കാരണം 1 ബൈ ഡോ ഒമേഗ എന്ന് ആരാണ് ക്യാപിറ്റൽ ടി എഴുതിയത് അല്ലേ? ഇതിൻ്റെ പേരാണ് നമ്മൾ ഓർക്കേണ്ടത്. ദിസ് ഈസ് കോൾഡ് ആസ് ടൈം കോൺസ്റ്റൻറ്റ്. ഓക്കെ, ഇതിനെ വിളിക്കുന്ന പേരാണ് ടി, അതിൽ ബി ടൈം കോൺസ്റ്റൻറ്റ്. ഓക്കെ, ഇതുപോലെ തന്നെ നമ്മൾ നേരത്തെ പോലെ നമ്മൾ 5% എററിന് നമ്മൾ എടുക്കേണ്ടി വരും. അപ്പോൾ e raised to minus dou omega into TS will be equal to 0.05. then minus dou omega into TS will be equal to natural logarithm of 0.05 minus dou omega into TS will be equal to 3.
അപ്പോൾ ഇതുപോലെ തന്നെ നമ്മൾ സെറ്റിലിംഗ് ടൈം എഴുതണം. സെറ്റിലിംഗ് ടൈം ഈക്വൽ ടു 3 ഡിവൈഡഡ് ബൈ ഡോ ഒമേഗ എൻ, ദാറ്റ് വിൽ ബി ഈക്വൽ ടു 3 ഇൻറ്റു ടി. ഓക്കെ, എത്ര എററിനാണ്? 5% എറർ. ഓക്കെ, അപ്പം 2 എററിനുള്ള വാല്യൂസ് ഉണ്ട്. അപ്പം നമ്മൾ സെറ്റിലിംഗ് ടൈം 40 ആയിരിക്കും. എത്ര എററിന്? 2% എററിന്. സെറ്റിലിംഗ് ടൈം 3t ആയിരിക്കും. എത്ര പെർസെൻറ്റേജ് എററിന്? 5%. ഓക്കെ, ഇതിൽ ടി എന്ന് പറയുന്ന സാധനം ടൈം കോൺസ്റ്റൻ്റ് ആണ്, 1/ഡോ ഒമേഗ എന്നാണ്. ഓക്കെ, അതാണ് നിങ്ങൾ കാര്യമായിട്ട് നോക്കേണ്ടത്, ഈ ഒരു കേസിൽ നോക്കേണ്ടതായിട്ടുള്ള കാര്യം. ഓക്കെ, അപ്പോൾ അതാണ് നമുക്ക് ടൈം ഡൊമൈൻ്റെ സ്പെസിഫിക്കേഷൻസുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കാനുള്ള ഇമ്പോർട്ടൻ്റ് കാര്യങ്ങളെന്ന് പറയുന്നത് ഈ ടൈം ഡൊമൈൻ്റെ സ്പെസിഫിക്കേഷൻസ് ആണ്. കാരണം ഈ സ്പെസിഫിക്കേഷൻസ് വെച്ചിട്ടാണ് നമ്മൾ ഓരോ പ്രോബ്ലത്തിന് അനലൈസ് ചെയ്യുന്നതും നമ്മൾ ഓരോ പ്രോബ്ലംസ് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യാനും നോക്കുന്നത്. ഓക്കെ, ആ പ്രോബ്ലംസ് ഫൈൻഡ് ഔട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഈ പറഞ്ഞ എല്ലാ ക്വാണ്ടിറ്റീൻ്റെയും ഫോർമുലകളെല്ലാം നമ്മൾ നോക്കേണ്ടി വരും. അപ്പോൾ ആ ഫോർമുലകൾ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ആ പ്രോബ്ലംസിലേക്ക് എത്തുന്നത്, നമ്മൾ ആ പ്രോബ്ലംസ് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ ശ്രമിക്കുന്നത്. എന്നാൽ മാത്രമേ നമുക്ക് എൻഡ് റിസൾട്ടിലേക്ക് നമുക്ക് പോകാൻ വേണ്ടി പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ ഇത്രയും നമ്മൾ ഈ പഠിപ്പിച്ച ഈ കറക്റ്റ് ഈ ഫോർമുലാസ് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? നോക്കണം. ഓക്കെ, ആ ഫോർമുലാസ് കംപ്ലീറ്റ് അനാലിസിസ് നടത്തിയാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമുക്ക് വരുന്ന പ്രോബ്ലംസൊക്കെ നോക്കാൻ വേണ്ടി പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഒരു ചെറിയൊരു സാമ്പിൾ പ്രോബ്ലം തരാം. ഓക്കെ, ആ സാമ്പിൾ പ്രോബ്ലം അനലൈസ് ചെയ്തിട്ട് നമുക്ക് വേറെ ഒബ്ജക്റ്റീവ്സിലേക്ക് പോകും. അപ്പോൾ ഓർത്ത് വയ്ക്കുക, സെറ്റിലിംഗ് ടൈമിൻ്റെ ഇക്വേഷൻസ് ആണ് ഈ പറഞ്ഞിരിക്കുന്നത്. ദെൻ ഇത് പീക്ക് ഓവർഷൂട്ടിൻ്റെ ഇക്വേഷൻ, ഇത് പീക്ക് ടൈമിൻ്റെ ഇക്വേഷനും ഉണ്ട്, അറ്റ് ദ സെയിം ടൈം റൈസ് ടൈമിൻ്റെ ഇക്വേഷനും ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് അതിൻ്റെ ഡെഫിനിഷൻസും അതിൻ്റെ ഇക്വേഷൻസും. ക്ലിയർ? ചെറിയൊരു സാമ്പിൾ പ്രോബ്ലത്തിലേക്ക് പോവാം. ഒരു ഇക്വേഷൻ തരാം, അല്ലെങ്കിൽ ഒരു തരാം. നമുക്ക് റെസ്പോൺസാണ് കാണേണ്ടത്. ഓക്കെ, റെസ്പോൺസാണ് കാണേണ്ടത്. അതിന് സിസ്റ്റം ഞാൻ ജസ്റ്റ് ഒന്ന് വരയ്ക്കാം. ഓക്കെ, ഇതാണ് നിങ്ങൾക്ക് തന്നിരിക്കുന്ന സിസ്റ്റം. ക്ലോസ് ലൂപ്പ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ സിസ്റ്റം അല്ല, ക്ലോസ് ലൂപ്പ് സിസ്റ്റമാണ് തന്നിരിക്കുന്നത്. അപ്പം ഈ സിസ്റ്റത്തിൻ്റെ ഇതെന്ന് പറഞ്ഞാൽ ഇതൊരു ക്വസ്റ്റ്യൻ ഇതാണ്. അതായത് ഇങ്ങനൊരു സിസ്റ്റം കണ്ടാൽ നിങ്ങൾ ഒന്നാമത് മനസ്സിലാക്കേണ്ട, ക്വസ്റ്റ്യൻ തന്നില്ലെങ്കിലും മനസ്സിലാക്കേണ്ട കാര്യം, ഇത് യൂണിറ്റി ഫീഡ്ബാക്ക് സിസ്റ്റം. കാരണം ഇവിടെ ഫീഡ്ബാക്ക് എത്രയാണ്? 1 ആണ്. കാരണം ഒന്നുമില്ല മീൻസ് ഫീഡ്ബാക്കിൻ്റെ അടുത്ത് വേറെ HOF എന്ന് പറഞ്ഞൊരു ടെർമിനോളജി ഒന്നുമില്ല. ഓക്കെ, അപ്പോൾ അത് മനസ്സിലാക്കണം. ഇതെന്ത് സിസ്റ്റമാണ്? ഒരു യൂണിറ്റി ഫീഡ്ബാക്ക് സിസ്റ്റമാണ്. ഓക്കെ, ഇങ്ങനെയൊന്നും തന്നില്ലെങ്കിൽ ഫീഡ്ബാക്കിൻ്റെ അകത്ത് വാല്യൂ ഒന്നും തന്നില്ല മനസ്സിലാക്കുക, അതൊരു യൂണിറ്റി ഫീഡ്ബാക്ക് സിസ്റ്റം എന്ന് മനസ്സിലാക്കുക. ഇനി നമുക്ക് അനാലിസിസിനകത്ത് GOF മാത്രം നമുക്ക് വേണ്ടു. ആ GOF തന്നിട്ടുണ്ട്. GOF വിൽ ബി ഈക്വൽ ടു 4 ഡിവൈഡഡ് ബൈ S ഇൻറ്റു S+5 എന്നുള്ളതാണ് തന്നിരിക്കുന്ന സാധനം. ഓക്കെ, പിന്നെ തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിൽ നമ്മുടെ ഇൻപുട്ട് നമ്മളിവിടെ കൊടുക്കുന്നത് ഏതാണ്? യൂണിറ്റ് സ്റ്റെപ്പാണ് നമ്മളിവിടെ കൊടുക്കുന്ന ഇൻപുട്ട് എന്ന് പറയുന്നു. ഓക്കെ, അപ്പം നമ്മൾ കണ്ടുപിടിക്കേണ്ടത് റെസ്പോൺസാണ്. ഓക്കെ, റെസ്പോൺസാണ് കണ്ടുപിടിക്കേണ്ടത്. റെസ്പോൺസ് എന്ന് പറയുന്നത് C(t). ഓക്കെ, C(t) എന്താണ് എന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, അപ്പോൾ ഇതെങ്ങനെ ഈ പ്രോബ്ലത്തിനെ അപ്രോച്ച് ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മളെല്ലാത്തിൻ്റെയും ആദ്യം കാണേണ്ടത് നമ്മുടെ ക്ലോസ് ലൂപ്പ് ട്രാൻസ്ഫർ ഫംഗ്ഷനാണ്. ഓക്കെ, ക്ലോസ് ലൂപ്പ് ട്രാൻസ്ഫർ ഫംഗ്ഷനാണ് എല്ലാത്തിലും കാണേണ്ടത്. അതായത് നമ്മുടെ C(s) ഡിവൈഡഡ് ബൈ R(s). ഓക്കെ, C(s) ഡിവൈഡഡ് ബൈ R(s) നമ്മൾ നെഗറ്റീവ് ഫീഡ്ബാക്കിന് പഠിച്ചിട്ടുണ്ട്. എന്താണിത്? G(s) ഡിവൈഡഡ് ബൈ 1 പ്ലസ് G(s) ഇൻറ്റു H(s). ഇതാണല്ലോ നമ്മുടെ C(s) ബൈ R(s). ഓക്കെ, ഇവിടെ ഈ H(s) എന്താണ്? ഇവിടെ യൂണിറ്റി ഫീഡ്ബാക്ക് സിസ്റ്റം ആയതുകൊണ്ട് H(s) 1 ആണ്, പക്ഷേ G(s) തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ അനലൈസ് ചെയ്യുമ്പോൾ യു വിൽ ബി ഗെറ്റിംഗ് ഇക്വേഷൻ G(s) ഡിവൈഡഡ് ബൈ 1 പ്ലസ് G(s). അതിൻ്റെ കാരണം H(s) എത്രയാണ്? ഇവിടെ 1 ആണ്. ഓക്കെ, ദെൻ ഈ ഒരു ഇക്വേഷൻ G(s) പറഞ്ഞാൽ നിങ്ങൾ എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം? 4 ഡിവൈഡഡ് ബൈ S ഇൻറ്റു S+5 ഡിവൈഡഡ് ബൈ
1 plus 4 divided by s into s plus 5. Your equation will be നമ്മുടെ ഡിനോമിനേറ്ററിലാണ് എസ് പ്ലസ് 5 ഉള്ളത്, അപ്പോൾ എസ് പ്ലസ് 5 കട്ടായി പോകും. ദെൻ 4 ഡിവൈഡഡ് ബൈ എസ് ഇൻറ്റു എസ് പ്ലസ് 5 പ്ലസ് 4. ഓക്കെ, ദെൻ യുവർ ഇക്വേഷൻ വിൽ ബി 4 ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് 5s പ്ലസ് 4 എന്ന് കിട്ടും. ഇത് നമ്മൾ ജസ്റ്റ് സ്പ്ലിറ്റ് ചെയ്ത് എഴുതുക. നമ്മൾക്ക് അപ്പോൾ എന്ത് കിട്ടും? യു വിൽ ബി ഗെറ്റിംഗ് 4 പ്ലസ് എസ് പ്ലസ് 4 ഇൻറ്റു എസ് പ്ലസ് 1. ഓക്കെ, ഇതാണ് നിങ്ങളുടെ സി ഓഫ് എസ് ഡിവൈഡഡ് ബൈ ആർ ഓഫ് എസ്, അതായത് നമ്മുടെ ട്രാൻസ്ഫർ ഫംഗ്ഷൻ. ഓക്കെ, നമ്മുടെ ട്രാൻസ്ഫർ ഫംഗ്ഷനാണ് എന്ത്? 4 ഡിവൈഡഡ് ബൈ എസ് പ്ലസ് 4 ഇൻറ്റു എസ് പ്ലസ് 1 എന്നുള്ളത്. ഓക്കെ, ഇനി ഈ സിസ്റ്റത്തിലേക്കാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഒരു യൂണിറ്റ് സ്റ്റെപ്പ് കൊടുക്കുന്നത്. ഓക്കെ, യൂണിറ്റ് സ്റ്റെപ്പ് കൊടുക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ ആർ ഓഫ് ടി എത്രയായിരിക്കും? 1 ആയിരിക്കും. അതായത് നമ്മുടെ ആർ ഓഫ് എസ് എന്ന് പറയുന്നത് എത്രയായിരിക്കും? 1/s ആയിരിക്കും അല്ലേ? അപ്പോൾ ഈ സിസ്റ്റത്തിലേക്ക് നമ്മൾ 1/s നമ്മൾ എന്ത് ചെയ്യണം? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ക്ലിയർ? അങ്ങനെ 1/s സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ വി വിൽ ബി ഗെറ്റിംഗ് സി ഓഫ് എസ് ഈക്വൽ ടു ആർ ഓഫ് എസ് ഇൻറ്റു 4 ഡിവൈഡഡ് ബൈ എസ് പ്ലസ് 1 ഇൻറ്റു എസ് പ്ലസ് 4. ഇറ്റ് ഈസ് ഈക്വൽ ടു ആർ ഓഫ് എസ് എന്ന് പറഞ്ഞ യൂണിറ്റ് സ്റ്റെപ്പാണ്. അപ്പോൾ അത്രയായിട്ട് 1/s, അപ്പോൾ 4 ഡിവൈഡഡ് ബൈ എസ് ഇൻറ്റു എസ് പ്ലസ് 1 ഇൻറ്റു എസ് പ്ലസ് 4. ഇതാണ് ഇക്വേഷൻ. ഓക്കെ, ഇനി ഇങ്ങനെയാണ്, ഇത്ര വരെയാണ് നമുക്ക് കൺട്രോൾ സിസ്റ്റത്തിൻ്റെ ബേസ് ആയിട്ട് പഠിക്കാനുള്ളത്. ബാക്കിയൊക്കെ മാത്സ് ആണ്. കാരണം നമ്മൾ ഇതിന് വേണ്ടിയാണ് നമ്മൾ ആ പാർഷ്യൽ ഫ്രാക്ഷൻ നമ്മൾ പഠിക്കുന്നത്. ഓക്കെ, അപ്പോൾ പാർഷ്യൽ ഫ്രാക്ഷൻ്റെ എക്സ്പാൻഷനും നമ്മൾ എഴുതുന്നത് ഈ ഒരു ഇത് കിട്ടാനും അനലൈസ് ചെയ്യാനും വേണ്ടിയാണ്. ഓക്കെ, അപ്പോൾ പാർഷ്യൽ ഫ്രാക്ഷൻ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ എങ്ങനെ വരും? സി ഓഫ് എസ് വിൽ ബി ഈക്വൽ ടു 4 ഡിവൈഡഡ് ബൈ എസ് ഇൻറ്റു എസ് പ്ലസ് 1 ഇൻറ്റു എസ് പ്ലസ് 4 വിൽ ബി ഈക്വൽ ടു എ ഡിവൈഡഡ് ബൈ എസ് പ്ലസ് ബി ഡിവൈഡഡ് ബൈ എസ് പ്ലസ് 1 പ്ലസ് സി ഡിവൈഡഡ് ബൈ എസ് പ്ലസ് 4. ശരിയാണല്ലോ? അപ്പോൾ ഇതിൻ്റെ അകത്ത് നിന്ന് എ എത്ര കിട്ടും? ഇറ്റ് വിൽ ബി സി ഓഫ് എസ് ഇൻറ്റു എസ് വെൻ എസ് ഈക്വൽ ടു 0 അല്ലേ? നമ്മളിവിടെ എസ് ടേം കട്ടായി പോവും. ബാക്കി എന്ത് വരും? യു വിൽ ബി ഗെറ്റിംഗ് 4 ഡിവൈഡഡ് ബൈ 4, 1 ഇൻറ്റു 4. സോ ആൻസർ വിൽ ബി 1. ഇനി ബി എങ്ങനെ കിട്ടും? ഇറ്റ് വിൽ ബി സി ഓഫ് എസ് ഇൻറ്റു എസ് പ്ലസ് 1 ടേം കട്ടായി പോവും അല്ലേ? എസ് ഈക്വൽ ടു -1 ആണ് കൊടുക്കേണ്ടത്. അപ്പം യു വിൽ ബി ഗെറ്റിംഗ് 4 ഡിവൈഡഡ് ബൈ -1 ഇൻറ്റു 4. യുവർ ആൻസർ വിൽ ബി -1 ഇവിടെ ഉണ്ട്. അപ്പോൾ -1 പ്ലസ് 4 അതായത് 3 അല്ലേ? യുവർ ആൻസർ വിൽ ബി -4/3. ദെൻ സിമിലർലി സി കൊടുക്കുക. അപ്പോൾ സി ഓഫ് എസ് ഇൻറ്റു എസ് പ്ലസ് 4 വെൻ എസ് ഈക്വൽ ടു -4. യു വിൽ ബി ഗെറ്റിംഗ് ആൻസർ 4 ഡിവൈഡഡ് ബൈ -4 ഇൻറ്റു -3. ശരിയല്ല? അപ്പോൾ -4 കട്ടാവും. യു വിൽ ബി ഗെറ്റിംഗ് ആൻ ആൻസർ 1/3. അപ്പോൾ നിങ്ങൾക്ക് എയും ബിയും സിയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റി? അനലൈസ് ചെയ്യാൻ വേണ്ടി പറ്റി. ക്ലിയർ? ആ കിട്ടുന്ന എയും ബിയും സിയും നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ യുവർ ഇക്വേഷൻ വിൽ ബി നമുക്ക് എന്താണ് കിട്ടുക? 1 ഡിവൈഡഡ് ബൈ എസ് മൈനസ് ബി എന്ന് പറഞ്ഞാൽ 4 ആണ്. അല്ല, 4 അല്ല, -4/3 ആണ്. അപ്പോൾ -4/3 അടുത്ത പേജിൽ എഴുതാം. Your equation for your C of S will be equal to (1/s -4/3 into 1/s plus 1) then plus 1/3 into 1/s plus 4. ഓക്കെ, ഇതാണല്ലോ ഇക്വേഷൻ അല്ലേ? ഇതാണ് നമ്മുടെ സി ഓഫ് എസ്. ഇനി നമ്മൾ സി ഓഫ് ടി ആണ് നമുക്ക് അൾട്ടിമേറ്റ്ലി കണ്ടുപിടിക്കാൻ പറഞ്ഞത്. അപ്പോൾ അത് ലാപ്ലാസ് ഇൻവേഴ്സ് ഓഫ് സി ഓഫ് എസ് ആണ് കാണേണ്ടത്. സോ ഇറ്റ് വിൽ ബി ഈക്വൽ ടു ലാപ്ലാസ് ഇൻവേഴ്സ് ഓഫ് 1/s മൈനസ് 4/3 ഇൻറ്റു 1/s പ്ലസ് 1 പ്ലസ് 1/3 ഇൻറ്റു 1/s പ്ലസ് 4. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ലാപ്ലാസ് ഇൻവേഴ്സ് എടുക്കുമ്പോൾ 1/sൻ്റെ ലാപ്ലാസ് ഇൻവേഴ്സ് എന്ന് വെച്ചാൽ 1 മൈനസ് 4/3 ഇൻറ്റു എസ് 1/s പ്ലസ് 1 എന്ന് പറഞ്ഞാൽ ഇ റേസ് ടു മൈനസ് ടി, ദെൻ പ്ലസ് 1/3 ഇൻറ്റു ഇ റേസ് ടു 1/s പ്ലസ് 4 എന്ന് പറഞ്ഞാൽ നമുക്ക് ലാപ്ലാസ് കാണുമ്പോൾ ഇറ്റ് വിൽ ബി -4t. ക്ലിയർ? അങ്ങനെ യു വിൽ ബി ഗെറ്റിംഗ് എ റെസ്പോൺസ് ഫോർ യുവർ യൂണിറ്റി ഫീഡ്ബാക്ക് സിസ്റ്റം സി ഓഫ് ടി ആസ് 1 മൈനസ് നമ്മൾ 1/3 ജസ്റ്റ് കോമൺ എടുക്കുക. അപ്പോൾ 1/3 ഇൻറ്റു
4 × e⁻t - e⁻4t എന്നുള്ളതാണ് ആൻസർ. ക്ലിയർ? അപ്പോൾ ഇതാണ് നമ്മുടെ റെസ്പോൺസ് കാണേണ്ട നമ്മുടെ മെത്തേഡ്. ഓക്കെ, അപ്പോൾ ഇതൊരു സിമ്പിൾ പ്രോബ്ലമാണ്. ആക്ച്വലി നമ്മളിങ്ങനെ ചെയ്ത് പ്രാക്ടീസ് ചെയ്യുമ്പോൾ അത് കുറച്ച് സ്പീഡപ്പ് ആവും. പക്ഷേ സ്റ്റിൽ വലിയൊരു ക്വസ്റ്റ്യൻ ഒന്നും നമുക്ക് എക്സ്പെക്ട് ചെയ്യേണ്ട, കാരണം നമുക്ക് 1 മാർക്ക് ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുക. വലിയൊരു ക്വസ്റ്റ്യൻസ് ഒന്നും ഉണ്ടാവില്ല. പക്ഷേ സ്റ്റിൽ നമുക്കത് എങ്ങനെയൊക്കെയാണ് വരുന്നതെന്ന് അനലൈസ് ആണ്. കാരണം നമ്മൾ ഇനി ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻ ഇനി നെക്സ്റ്റ് ക്ലാസ്സോ അല്ലെങ്കിൽ അതിൻ്റെ അപ്പുറത്തെ ക്ലാസ് തൊട്ട് നമ്മൾ ഒരു ടോപ്പിക്കും കൂടി ടൈം റെസ്പോൺസിലുള്ളൂ. അതും കൂടി എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസിലേക്ക് നീങ്ങും. അപ്പം കുറച്ചും കൂടി നിങ്ങൾക്ക് മനസ്സിലാവും നമ്മളെ ക്വസ്റ്റ്യൻസിനെ എങ്ങനെയാണ് അനലൈസ് ചെയ്യേണ്ടത് എന്നുള്ളത്. അപ്പോൾ ആ ക്വസ്റ്റ്യൻസ് നമ്മൾ നോക്കാൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ യു വിൽ ബി ഗെറ്റിംഗ് ആൻ ഐഡിയ എങ്ങനെ നമ്മൾക്കൊരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ നമുക്കിങ്ങനെ അനലൈസ് ചെയ്യാൻ പറ്റണം, അല്ലെങ്കിൽ ഏത് തരത്തിലാണ് നമ്മൾ അനലൈസ് ചെയ്യേണ്ടത് എന്നുള്ളത് നമുക്ക് ആ ക്വസ്റ്റ്യൻ കിട്ടുമ്പോൾ നിങ്ങൾക്കൊന്ന് ഐഡിയ വരും. ഓക്കെ, അപ്പോൾ അത് നമുക്ക് ആ തരത്തിൽ ആ സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം, ക്വസ്റ്റ്യൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം നോക്കാം. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇവിടെ ഇപ്പോൾ പറയാനുള്ളത്. ഇനി ടൈം റെസ്പോൺസിലൊരു ടൈപ്പിൻ്റെ അതുപോലെ തന്നെ സിസ്റ്റത്തിൻ്റെ ചെറിയൊരു ടോപ്പിക്കും കൂടി ലെഫ്റ്റ് ആയിട്ടുണ്ട്. നമ്മൾ ആ ടോപ്പിക്കും കൂടി കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യും, വി വിൽ ബി ഡൂയിങ് യുവർ ഒബ്ജക്റ്റീവ്സ്. ഓക്കെ, അത് കഴിഞ്ഞ് നമ്മൾ ഒബ്ജക്റ്റീവ്സിലേക്ക് പോകും. അപ്പോൾ അടുത്തൊരു ക്ലാസ്സും കൂടി നമുക്ക് ഈ ടൈം റെസ്പോൺസ് അനാലിസിസിൻ്റെ തിയറി പാർട്ടും കൂടി ഉണ്ടാവും. അതും കൂടി കഴിഞ്ഞാൽ നമുക്ക് ഒബ്ജക്റ്റീവ്സിലേക്ക് നീങ്ങാം. ഓക്കെ, സോ അതാണ് നമുക്ക് ഇവിടെ പറയാനുള്ളത്. നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ ദെൻ, താങ്ക് യു.